പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം നവമസ്കന്ധം പഞ്ചദശോധ്യായ 15-ാമത്തെ അധ്യായം. ശ്രീശുകോവാച ഐളസ്യോർവശീർഗർഭാൽ ഷഡാസൻ ആത്മജാ നൃപ ആയു ശ്രുതായു സത്യായു രയോധ വിജയോ ജയ. ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. ഹേ രാജൻ, ഐളസ്യ ഉർവശീഗർഭാൽ പുരൂരവസ്സിന് ഉർവശിയുടെ ഗർഭത്തിൽ നിന്ന് ആയു ശ്രുതായു സത്യായു രയ ജയ അധ വിജയ 6 പുത്രന്മാരുണ്ടായി. അതാണ് ഷഡാസൻ. ഷഡ് പുത്ര ആസൻ, 6 പുത്രന്മാരുണ്ടായി എന്നാണ്. ആരൊക്കെയാണ്? ആയു ശ്രുതായു, അതായത് ആയുസ്, ശ്രുതായുസ് മലയാളത്തിൽ പറയുമ്പോൾ സത്യായുസ്, രയൻ ജയൻ വിജയൻ, ഇങ്ങനെ 6 പേര്. ശ്രുതായോർ വസുമൻ പുത്ര സത്യായോശ്ച സുതൻ ജയ രയസ്യ സുത ഏകശ്ച ജയസ്യ തനയോമിത ഭീമസ്തു വിജയസ്യാധ കാഞ്ചനോഹോത്രകസ്തത തസ്യ ജന്നു സുതോ ഗംഗാം ഗണ്ഡൂഷീകൃത്യയോ പിബൽ ജന്നോസ്തു പൂരുസ്തൽപുത്രോ വലാകശ്ചാത്മജോ ജഗാ. ഈ ശ്രുതായോ വസുമാൻ പുത്ര, ശ്രുതായോന്റെ പുത്രനാണ്, ശ്രുതായുസിന്റെ പുത്രനാണ് വസുമാൻ. ശ്രുതഞ്ജയനോ സത്യായുസിന്റെ പുത്രനാണ്. രയസ്യ സുത, രയന്റെ പുത്രൻ ഏകജ, ഏകൻ എന്നവനും. ജയസ്യ തനയ, ജയന്റെ പുത്രൻ അമിത, അമിതനുമത്രേ. ഭീമ തു വിജയസ്യ, ഭീമൻ എന്നയാൾ വിജയന്റെയും. അധ കാഞ്ചന, കാഞ്ചനനും, അതായത് ഭീമന്റെ പുത്രനായിട്ട് കാഞ്ചനനും. തഥ അവനിൽ നിന്ന് ഹോത്രകനും പുത്രപൗത്രന്മാരായിട്ടുണ്ടായി. തസ്യ സുത, അതായത് ഹോത്രകന്റെ പുത്രനായിട്ടുള്ള ജന്നു ഗംഗാം ഗണ്ഡൂഷീകൃത്യ അപിവൽ. ഈ ജന്നു ശ്രേഷ്ഠനായിട്ടുള്ള മഹർഷിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ നേരിട്ട് ഒഴുകി വരുന്ന ഗംഗാനദിയെ തൻ്റെ ഒരു ചെറിയൊരു കൈക്കുമ്പിളാണ് എടുത്തിട്ട് ഒരു കുൽക്കുഴിയാൻ വേണ്ടി വായൽ നിറക്കില്ലേ, അത്രയാക്കിയിട്ട് അങ്ങോട്ട് ആ ഗണ്ഡൂഷീകൃത്യ, അതാണ് ഒറ്റ വായക്കകം നിറച്ചിട്ട് അങ്ങോട്ട് കുടിച്ചു ഗംഗാനദിയെ മുഴുവൻ. ഈ ജന്നുവിൻ്റെ പുത്രനായിട്ടൊരു പൂരു, അത് വേറൊരു പൂരുവാണ്, പൂരു ഉണ്ടായിരുന്നു. തൽപുത്ര, അദ്ദേഹത്തിൻ്റെ പുത്രൻ വലാകനും. ആ വലാകന്റെ പുത്രനായിട്ട് അജകനും ഉണ്ടായി. തത കുശസ്യാവി കുശാംബുർമൂർത്തയോ വസു കുശനാവശ്ചത്വാരോ ഗാതിരാസീൽ കുശാംബുജ. തഥ, അദ്ദേഹത്തിൽ നിന്ന്, അതായത് ഈ അജകനിൽ നിന്ന് കുശനുണ്ടായി. കുശന് കുശാംബു, മൂർത്തയൻ, വസു, കുശനാഭൻ, ഇങ്ങനെ ചത്വാര 4 പേര് പുത്രന്മാരുണ്ടായി. ഈ കുശാംബുവിന്റെ പുത്രനായിട്ട് ഗാധി ഉണ്ടായി. തസ്യ സത്യവതിം കന്യാം ഋചീകോയാചദ്വിജ വരം വിസദൃശം മത്വാ ഗാധിർ ഭാർഗവമബ്രവീൽ. തസ്യ കന്യാം, അദ്ദേഹത്തിന്റെ, അതായത് ഗാധിയുടെ പുത്രിയായിട്ടുള്ള സത്യവതിയെ ഋചീകൻ എന്ന് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ വന്ന് ഭാര്യയായിട്ട് യാചിച്ചു. വരം വിസദൃശം മത്വ, ആ ബ്രാഹ്മണന്റെ വേഷവും രൂപമൊക്കെ കൂടി കണ്ടിട്ട് തൻ്റെ മകൾക്ക് യോജിച്ചവനല്ല വിസദൃശം എന്ന് കരുതിയിട്ട് ഗാധി എന്ത് പറഞ്ഞു? ഭാർഗവം അബ്രവിൽ. ഇദ്ദേഹം ഈ ഋചീകൻ ഭൃഗുവംശത്തിൽ, അതാണ് ഭൃഗുവംശത്തിലുള്ള ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്രകാരം പറഞ്ഞു: ഏകദ ശ്യാമകർണാനം ഹയാനം ചന്ദ്രവർച്ചസം സഹസ്രം ദീയതം ശുൽക്കം കന്യായ കുശികാവയം. അതായത് ഈ പണ്ടൊക്കെ എണീച്ച സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കില്ല, കന്യാശുൽക്കം എന്ന് പറഞ്ഞ് കന്യയെ കൊടുക്കണ സമയത്ത് ഈ വരൻ ഈ വധുവിൻ്റെ
ഭർത്താവിന് കൊടുക്കുക, ദുരിതമായിട്ട് കൊടുക്കുക. അതിനാണ് കന്യാശുൽക്കം എന്ന് പറയുക. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഗാദി ഈ ഋചികനോട് പറയുകയാണ്, വയം കുശിക, ഞങ്ങൾ കുശന്റെ വംശക്കാരാണ്, കുറച്ച് എന്താണ് ചന്ദ്രവർച്ചസാം, ഞങ്ങൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ചന്ദ്രവർച്ചസാം, ചന്ദ്രനെ പോലെ നല്ല വെളുത്ത് തിളക്കമുള്ളവയും ഏകത ഒരു ഭാഗത്ത് കറുത്ത ചെവിയുമായ രണ്ട് കുതിരകൾ, അതാണ് ഹയാനം സഹസ്രം 1000 കുതിരകളെ എൻ്റെ മകൾക്ക് കന്യാശുൽക്കായിട്ട് തന്നാൽ അവളെ തരാം അങ്ങക്ക് എന്ന് പറയുകയാണ്. അതായത് 1000 നല്ല വെളുത്ത നിറത്തിലുള്ള കുതിരകൾ വേണം. ആ കുതിരകൾക്ക് എല്ലാ കുതിരകൾക്കും ഇടത്തെ ചെവി കറുത്തിട്ടിരിക്കും വേണം. അറിഞ്ഞില്ലേ? അപ്പോൾ എങ്ങനെ ഒരാൾക്ക് ഈ ബ്രാഹ്മണന് കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ മകളെ കൊടുക്കേണ്ടി വരില്ല എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കന്യാശുൽക്കം ഇദ്ദേഹം വിധിച്ചത്. ഇത്യുക്ത തന്മതം ജ്ഞാത്വാ ഗതസവരുണാന്തികം ആനീയതത്വാ താനശ്വൻ ഉപയേമേ വരാനരാം. ഇതിയുക്ത, ഇപ്രകാരം ആവശ്യപ്പെടപ്പെട്ട അദ്ദേഹം ഈ ഋചീകൻ തന്മതം ഗാദിയുടെ അന്തർഗതം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? വരുണാന്തികം ഗത, വരുണന്റെ സമീപത്ത് പോയി. വരുണനാണ് കുതിരകളുടെയൊക്കെ ദേവത, നിയന്ത്രണം വരുണന്റെ കയ്യിലാണ്. വരുണന്റെ കയ്യിൽ ധാരാളം കുതിരകളുണ്ട്. അപ്പോൾ ആ ആനീയ, വരുണാന്തികം ആനീയ ദത്വ, ആ ഗത പോയി അശ്വാൻ, അങ്ങനെയുള്ള കുതിരകളെ വരുണം പറഞ്ഞു, ഓ അങ്ങേക്ക് വേണോ കുതിരകളെ ഞാൻ തരാമെന്നും പറഞ്ഞ് 1000 കുതിരകളെ നല്ല പാണ്ഡുര എന്നുള്ള നിറത്തിലുള്ള കുതിരകളെ കൊടുത്തു. എല്ലാറ്റിനും ഓരോ ചെവി കറുത്തുകൊണ്ടുള്ള അങ്ങനെ ആ കുതിരകളെ ആനീയെ കൊണ്ടുവന്ന് ദത്വ കൊടുത്ത് വരാനനാം സുന്ദരിയായിട്ടുള്ള സത്യവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ഈ ഗാദി. സഋഷി പ്രാർത്ഥിത പത്ന ശ്വശ്രാം ചാപത്യകമ്യയാ ശ്രവയിത്വോവയേർമന്ത്രൈ ചരും സ്നാതും ഗതോ മുനി. ഇങ്ങനെ ഋചീകന്റെ പത്നിയായിട്ട് സത്യവതി കഴിയുന്ന കാലത്ത് പത്നിയ ശ്വശ്രാച അപത്യകാമ്യയാ പ്രാർത്ഥിത. ഇദ്ദേഹം വളരെ ശ്രേഷ്ഠനായിട്ടുള്ള സിദ്ധികളുള്ള ഒരു ബ്രാഹ്മണനാണ് ഈ ഋചീകനെ. അത് മനസ്സിലാക്കിയിട്ട് പത്നി സത്യവതി പറഞ്ഞു, നോക്കൂ, അതെ, എനിക്ക് ഒരു ഉണ്ണിന് സന്താനലബ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രോ എന്തെങ്കിലും ഒരു ഫലോ എന്തെങ്കിലും അത് തരണം എന്ന് പറഞ്ഞിട്ട് പത്നി യാചിച്ചു. അതേ സമയത്ത് തന്നെ പത്നിയുടെ അമ്മ ഉണ്ടല്ലോ, അതായത് ഗാദിയുടെ ഭാര്യ എന്ന് പറഞ്ഞു, അത് നീ ഒരു കാര്യം ചെയ്യേ, നീ നനക്കൊരു മകനുണ്ടാവാൻ വേണ്ടിയിട്ട് ഭർത്താവിനോട് പറഞ്ഞില്ലേ, അതുമാതിരി എനിക്കും നല്ല ശ്രേഷ്ഠനായിട്ടുള്ള പുത്രൻ എൻ്റെ സഹോദരനായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരുടെയും അഭ്യർത്ഥന കേട്ടിട്ട് സഋഷി ഉഭയൈ 2 വിധം മന്ത്രൈ ചരും ശ്രവയിത്വ, 2 തരത്തിലുള്ള മന്ത്രങ്ങളാൽ ഹവിസിനെ പാകം ചെയ്തിട്ട് മുനി സ്നാതും ഗത, മഹർഷി സ്ഥാനത്തിന് പോയി. 2 തരത്തിലെ തൻ്റെ പത്നിക്ക് ഒരു പുത്രൻ ഉണ്ടാവണം, അതുമാതിരി പത്നിയെയും മാതാവിനും ഒരു പുത്രൻ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ 2 തരത്തിൽ മന്ത്രമൊക്കെ ജപിച്ച് അദ്ദേഹം കുളിക്കാൻ പോയി. ആ സമയത്ത് ശ്രവയിത്വ പാകം ചെയ്ത്, അതാണ് യേശു. അപ്പോൾ ഒരു തരം പായസം ഉണ്ടാക്കിയിട്ട് മന്ത്രം ചൊല്ലിയിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ മതി. താവൽ സത്യവതി മാത്ര സ്വചരും യാജിദാസതി ശ്രേഷ്ഠം മത്വാ തയായച്ഛൻ മാത്രേ മാതുരതൽ സ്വയം. താവൽ, അപ്പോൾ ഈ മഹർഷി കുളിക്കാൻ പോണ സമയത്ത് തയാ മാത്ര, ഈ സത്യതയുടെ അമ്മയാൽ ശ്രേഷ്ഠം മത്വ, അതാകാം നല്ലതെന്ന് വിചാരിച്ച് യാചിക്കപ്പെട്ട സതി, ഉത്തമ സ്ത്രീയായ സത്യവതി സ്വചരും, തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചരുവിനെ മാത്രേ അയച്ചൽ. മാതു സ്വയം അതിൽ, അമ്മ മാതാവിൻ്റേത് സ്വയം ആഹരിക്കുകയും ചെയ്തു. എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ പത്നിയായുള്ള തൻ്റെ മകൾക്കുള്ളത്? അതായത് സത്യവതി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക്, അതായത് തൻ്റെ പുത്രനായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ആൾക്ക് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ മന്ത്രം ജപിക്കുന്നു പറഞ്ഞിട്ട് ഈ സത്യവതിയുടെ അമ്മ എന്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നമുക്കൊരു പുത്രനുണ്ടായാലും അതുമാതിരി നമുക്കൊരു നല്ലൊരു സഹോദരൻ ഉണ്ടായാലും നമുക്ക് ഒരുപോലെ ഇല്ലേ, എന്നാൽ എനിക്ക് അങ്ങനെയല്ല, എൻ്റെ പുത്രൻ കേമനാണെന്നില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഭർത്താവ് നമുക്ക് വേണ്ടിയിട്ട് അവൻ നല്ല മന്ത്രം ചൊല്ലിയിട്ടുള്ള ചരു ഉണ്ടാക്കിയിരിക്കുക, ആ ചരു നീ എനിക്കിതാ കേട്ടോ, എൻ്റെ ചരു എനിക്ക് വേണ്ടി ഉണ്ടാക്കിയുള്ള ചരുണ്ടല്ലോ, അത് നീയും കഴിച്ചോളൂ എന്ന് പറഞ്ഞു. സത്യവതിയാണ് വെച്ചാലോ ശുദ്ധഗതിക്കാരിയാണോ, അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് അവർ പരസ്പരം മാറ്റം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്തു കേട്ടോ. തദ്വിജ്ഞായ മുനിപ്രാഹ പത്നിം കഷ്ടമകാരഷി ഘോരോ ദണ്ഡധരപുത്രോ ഭ്രാതാതേ ബ്രഹ്മവിത്തമ. തദ്വിജ്ഞായ
ആ ഇതില്ലേ ഈ പായസം മാറ്റി അങ്ങ് ചരു മാറ്റി കഴിച്ചു എന്നുള്ളത് അറിഞ്ഞിട്ട് കഷ്ടം, നീ അരുതാത്തത് അകാരഷി, നീ അതില്ലേ തെറ്റ് ചെയ്തു എന്ന്. കാരണം എന്താ വെച്ചാൽ തേ പുത്ര ഘോര, ഞാനെന്ത് ചെയ്തു ചരു എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് നല്ലൊരു ക്ഷത്രിയൻ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ക്ഷത്രിയൻ ക്രൂരനായിട്ടുള്ള ദണ്ഡധരനായിട്ടുള്ള ആയുധാരിയായിട്ടൊരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടാണ് അമ്മയ്ക്ക് കൊടുത്തത്. നണക്കോ നല്ല ബ്രഹ്മജ്ഞാനികൾ മുമ്പനായിട്ട് ഒരാളുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും മാറ്റിയതുകൊണ്ട് എന്തുണ്ടായി, നിന്റെ പുത്രൻ വളരെ ക്രൂരനും ദണ്ഡധരനായിത്തീരും. തേ ഭ്രാത, നിന്റെ ഭ്രാതാവ് ബ്രഹ്മവിത്തമാ നല്ല ബ്രഹ്മജ്ഞാനികൾ മുമ്പനായിട്ടും ഭവിക്കും എന്ന് മഹർഷി ഭാര്യയോട് പറഞ്ഞു. സത്യവതിക്ക് വലിയ വിഷമായി. പ്രസാദിത സത്യവത്യാമൈവം ഭൂതി ഭാർഗവ അതദർഹി ഭവേൽ പൗത്രോ ജമദഗ്നി തതോഭവൽ. അതിൽ പിന്നെ ഏവം മാബു, അയ്യോ അങ്ങനെ ആവരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് സത്യവതി പറഞ്ഞപ്പോഴേ അപ്രകാരം വരാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്തു, ഭാർഗവ ഈ ഋചീകൻ ഭൃഗുവംശത്തിൽ ജനിച്ചുള്ള മഹർഷിയായിട്ടുള്ള ഋചീകൻ എന്ത് ചെയ്തു, തരികി അങ്ങനെയാണെങ്കിൽ പൗത്ര നിന്റെ മകൻ്റെ മകൻ അപ്രകാരം ഭവേൽ അപ്രകാരമാകുമെന്ന് ആശ്വസിപ്പിച്ചു. ഏതായാലും എൻ്റെ പുത്രൻ അങ്ങനെ ദണ്ഡധരനൊന്നും ആവില്ല, എൻ്റെ പുത്രൻ്റെ പുത്രൻ അങ്ങനെയായി എന്ന് പറഞ്ഞു. അതിൽ പിന്നെ ജമദഗ്നി അഭവൽ, അങ്ങനെ സത്യവതിക്ക് ജമദഗ്നി പുത്രനായിട്ടുണ്ടായി. സാചാഭുൽസു മഹാപുണ്യ കൗശികീ ലോകപാവനി രേണോസുതാം രേണുകാം വൈ ജമദഗ്നിരുവാഹയം. സാച അവളാകട്ടെ സുമഹാപുണ്യ ലോകപാവനി കൗശികി അഭൂൽ. ആരാണ് ഈ സത്യവതി? പിന്നീട് എന്തായി? മഹാപുണ്യവതിയായിട്ട് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന കൗശികി എന്നുള്ള പുണ്യ നദിയായിട്ട് തീർന്നു എന്ന് പറയുകയാണ്. രേണോസുതം, രേണുവിൻ്റെ പുത്രിയായിട്ടുള്ള രേണുകയെ ജമദഗ്നി വിവാഹം കഴിക്കുകയും ചെയ്തു. തസ്യം വൈ ഭാർഗവഋഷേ സുതാ വസുമദാദയാ യവീയഞ്ജജ്ഞ ഏതേഷാം രാമ ഇത്യഭിവിശ്രുതാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രേണുകയെ ജമദഗ്നി വിവാഹം കഴിച്ചില്ലേ? തസ്യാം വൈ, ഏത് രേണുകയെയാണോ ജമദഗ്നി വിവാഹം കഴിച്ചത് ആ രേണുകയിൽ ഭാർഗവ ഋഷേ വംശജനായിട്ടുള്ള ആ ഋഷിക്ക് വസുമതൻ തുടങ്ങിയിട്ടുള്ള പുത്രന്മാരുണ്ടായി. ഏതേഷാം യവീയാൻ, ഇവരുടെ എല്ലാം ഇളയവനായിട്ട് രാമൻ എന്ന പേരിൽ അവിവിശ്രുത പ്രസിദ്ധനായിട്ടുള്ള പുത്രൻ ജനിച്ചു. ഭഗവാന്റെ പരശുരാമാവതാരാണ്. യമാഹുർ വാസുദേവാംശം ഹൈഹയാനാം കുലാന്തകം ത്രിസപ്തകൃത്തോ യമം ചക്രേ നിക്ഷത്രിയം മഹിം. ഹൈഹയാനാം കുലാന്തകം, ഈ ജനിച്ച പുത്രൻ അങ്ങനെയാണ് ഹേഹയന്മാരുടെ കുലത്തെ മുഴുവൻ ഒടുക്കിയ ഒന്ന് മാത്രമല്ല, യം വാസുദേവാംശം ആഹു, യാതൊരാളെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായി പറഞ്ഞു വരുന്നുവോ അദ്ദേഹം യാതൊരാൾ ത്രിസപ്തകൃത്വ 21 പ്രാവശ്യം ചുറ്റി നടന്ന് ഇമാം മഹിം, ഈ ഭൂതലത്തെ നിക്ഷത്രിയാം ചക്ര ക്ഷത്രിയഹീനമാക്കി തീർത്തു. ദുഷ്ടം ക്ഷത്രം ഭുവോ ഭാരം അബ്രഹ്മണ്യമനീനസൽ രജസ്തമോവൃതമഹൻ ഫൽഗുന്യവികൃതം ഹസി. രജസ്തമോവൃതം, രജോ ഗുണം തമോ ഗുണം കൊണ്ട് അതിന് ചുറ്റപ്പെട്ടിട്ട് അബ്രഹ്മണ്യം ബ്രാഹ്മണ വിദ്വേഷം ഉൾക്കൊണ്ട് ഭുവ ഭാരം ദുഷ്ടം ക്ഷത്രം, അതായത് ഭൂമിക്ക് ഭാരമായി തീർന്നുള്ള ഈ ദുഷിച്ച ക്ഷത്രിയ വംശത്തെ അനീനശൽ തുടരെ അദ്ദേഹം നശിപ്പിച്ചു എന്ന് പറയുകയാണ്. ഫൽഗൂനി അംഹസി ഹൃദയ അഭി, ചെറിയൊരു നിസ്സാരമായിട്ടുള്ള അപരാധം ചെയ്യാൻ പോലും ആ ക്ഷത്രിയന്മാരെ അങ്ങനെ അദ്ദേഹം നിഗ്രഹിച്ചു കൊണ്ടിരുന്നു. രാജോവാച കിം തദം ഹോ ഭഗവതോ രാജന്യൈർ ആജിതാത്മഭി കൃതം യേന കുലം നഷ്ടം ക്ഷത്രിയാണം അഭീക്ഷ്ണച. അപ്പൊ പരീക്ഷിച്ച് ചോദിക്കുകയാണ്, യേന യാതൊരു കാരണത്താൽ, നേരത്തെ പറഞ്ഞില്ലേ ചെറിയൊരു നിസ്സാരമായിട്ടുള്ളൊരു അപരാധം കൊണ്ടാണ് ഇങ്ങനെ ഈ ക്ഷത്രിയ വംശത്തെ മുഴുവൻ നശിപ്പിച്ചെന്ന് പറയില്ലേ. അപ്പൊ യാതൊരു കാരണത്താൽ ക്ഷത്രിയാണാം കുലം അഭീക്ഷ്ണച നഷ്ടം, ക്ഷത്രിയന്മാരുടെ ഈ വംശം തുടർച്ചയായിട്ട് നഷ്ടമാക്കപ്പെട്ടു.
ോ അജീതാത്മഭി അച്ചടക്കബോധം ഒട്ടും ഇല്ലാതിരുന്നിരുന്ന ക്ഷത്രിയന്മാരാൽ ഭഗവത കൃതം തത് അംഹ ഭഗവാന് ചെയ്യപ്പെട്ട ആ അപരാധം എന്തായിരുന്നു എന്ന് പരീക്ഷിച്ച് ചോദിക്കുകയാണ്. ശ്രീശുഗോ വാച അദ്ദേഹം അതിന് മറുപടി പറയുകയാണ്. ശ്രീശുഗ ബ്രഹ്മർഷി ഹൈഹയാനാം അധിപതിർ അർജുന ക്ഷത്രിയ ഋഷഭ ദത്തം നാരായണസ്യാംശമാരാധ്യ പരികർമ്മവി ബാഹുന്ദശതം ലേവേ ദുർദർശത്വമരാദിഷു അവ്യാഹതേന്ദ്രിയൗജ ശ്രീതേജോ വീരേശോ ബലം യോഗേശ്വരത്വമൈശ്വര്യം ഗുണായത്രാണിമാദയ ചചാരാവ്യാഹതഗതിർ ലോകേഷു പവനോ യഥാ. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഹൈഹയാനാം അധിപതി ഹേഹയ വംശന്മാരുടെ ആ വംശത്തിലുള്ളവരുടെ അധിപനും ക്ഷത്രിയ ഋഷഭ ക്ഷത്രിയരിൽ യോഗ്യനുമായ അർജുന കാർത്തവീര്യാർജുനൻ നാരായണസ്യ അംശം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശം തന്നെയായിരുന്ന ദത്താത്രേയ മഹർഷിയെ പരികർമ്മഭി ആരാധ്യ പല പരിചരണങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ സേവിച്ചുകൊണ്ട് ആരാധിച്ച് പ്രസാദിപ്പിച്ച് ദശശതം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 1000 കൈകളെയും ഒപ്പം തന്നെ അരാദിഷു ദുർദർശത്വം തൻ്റെ ശത്രുക്കളുടെ ഇടയിൽ ഒരിക്കലും പരാജയം വരാത്ത അവസ്ഥയെയും അവ്യാഹത ഇന്ദ്രിയൗജ ശ്രീ തേജ വീര യശബലം ക്ഷതം ഒരിക്കലും സംഭവിക്കാത്ത ഇന്ദ്രിയശക്തി, നല്ല സമ്പത്ത്, ഐശ്വര്യം, വീര്യം, പ്രസിദ്ധി, ശരീരം, ബലം ഇവയെയും ഒപ്പം തന്നെ അണിമാദികളായിട്ടുള്ള സിദ്ധികൾ ഏതൊന്നിലാണോ ഐശ്വര്യം ആ ഐശ്വര്യ സിദ്ധികളോടുകൂടിയ യോഗേശ്വരത്വം എന്നുള്ള ഭാവത്തെയും ലേവേ സമ്പാദിച്ചു എന്ന് പറയുകയാണ് കേട്ടോ. പവനയത വായു എപ്രകാരം എന്ന പോലെ അവ്യാഹതഗതി ആർക്കും ആരും തടസ്സപ്പെടാത്ത രീതിയിൽ അങ്ങനെ ലോകങ്ങളിലെല്ലാം അദ്ദേഹം അങ്ങനെ ചുറ്റി അടച്ച് നടന്നു. തൻ്റെ അഷ്ടൈശ്വര്യ സിദ്ധികളുണ്ടല്ലോ, അപ്പോൾ ലോകത്തിലെ മുഴുവൻ അങ്ങനെ ചുറ്റി നടന്നു ഈ കാർത്തവീര്യാർജുനൻ. ശ്രീരത്നൈരാവൃത ക്രീഡൻ രേവംബസിമതുൽക്കട വൈജയന്തിം ശ്രയം ബിഭ്രൽ ദുരോധ സരിതം ഭുജൈ. മതോന്മത്തനായിട്ടുള്ള അദ്ദേഹം വൈജയന്തിയും സ്രജം ബിഭ്രൽ നല്ല വൈജയന്തി മാലയൊക്കെ അണിഞ്ഞ് ശ്രീരത്നങ്ങളാൽ ആവൃതനായി രേവാംബസി നർമ്മദാ നദി ജലത്തില് ക്രീഡിച്ചുകൊണ്ട് ഭുജൈ തൻ്റെ 1000 കൈകളാൽ സരിതം പ്രവാഹത്തെ സ്തംഭിപ്പിച്ചു. അദ്ദേഹം ഒഴുകുന്ന നദിയെ തൻ്റെ 1000 കൈകളെ കൊണ്ട് അങ്ങനെ തടഞ്ഞു നിർത്തും. ആ ജലാശയത്തിൽ നടന്നിട്ട് ജലക്രീഡ നടത്തുക. അപ്പോൾ ആ സമയത്ത് ഈ ഇങ്ങനെ കൈകളെ കൊണ്ട് തടഞ്ഞ സമയത്ത് നദി ഒഴുകാൻ പറ്റാണ്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് അങ്ങനെ വെള്ളം അങ്ങനെ കയറാൻ തുടങ്ങി കേട്ടോ. വിപ്ലാവിതം സ്വശിബിരം പ്രതിസ്രോതസ്സരിജ്ജലൈ നാമൃഷ്യൽ തസ്യ വീര്യം വീരമാനീതശാനന. ഇങ്ങനെ ആ കൈകളാൽ തടയപ്പെട്ട വെള്ളം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് തിരിച്ച് വിപരീത ദിശയിലേക്ക് അങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ട് എന്തുണ്ടായി, രാവണൻ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ശിബിരത്തിനെ മുഴുവൻ ഈ വെള്ളം വന്നങ്ങോട്ട് നിറഞ്ഞിട്ട് അങ്ങ് വെള്ളത്തിൽ ആഴ്ത്തി ആ സമയത്തിട്ട് വീരമാനീ ദശാനന നല്ല വീരനാണ് താൻ അഭിമാനിക്കുന്ന ഈ രാവണൻ തസ്യ തൽ വീര്യം ഈ കാർത്തവീര്യൻ്റെ അപ്രകാരമുള്ള വീരകൃത്യത്തെ അമൃഷ്യൽ ഒട്ടും സഹിച്ചില്ല പറയണം. അത് ശരി, ഇവൻ എൻ്റെ തപസ്സിനെ മുടക്കാൻ വേണ്ടി ഞാൻ ഇന്നോർത്ത് വെള്ളം നിറക്കിയല്ലേ എന്നെ ആശ്രമത്തിൻ്റെ മുക്കല്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് രാവണൻ ഇദ്ദേഹത്തിനോട് എതിർക്കാൻ പോവാണ്. ഗൃഹീതോ ലീലയാ സ്ത്രീണം സമക്ഷം കൃതകിൽ വിഷ മാഹിഷ്മത്യം സന്നിരുദ്ധോ മുക്തോ യേന കവിർ യഥാ. ഇങ്ങനെ യുദ്ധത്തിന് ചെന്നു, യുദ്ധത്തിന് നടത്തി. ആ സമയത്ത് കാർത്തവീരൻ എന്ത് ചെയ്തു, കൃതകിൽ വിഷ അപരാധം ചെയ്യുവനായ രാവണനെ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് ഒരു വിനോദമായിട്ട് പിടികൂടിയിട്ട് മാഹിഷ്മതി എന്നുള്ള തൻ്റെ രാജധാനിയിൽ കൊണ്ടുവന്ന് കവി ഒരു കൊരങ്ങനെ എന്ന പോലെ ബന്ധനാസ്ഥനാക്കും ചെയ്തു. പിന്നീട് അദ്ദേഹം കാലത്തിൽ വീണ് മാപ്പ് പറഞ്ഞപ്പോൾ മുക്തനെ വിട്ടയക്കുകയും ചെയ്തു രാവണനെ. രേവ എന്ന് പറഞ്ഞാൽ നർമ്മദാ നദി തന്നെയാണ്. ഒരു കന്യകാരൂപത്തിൽ പരമേശ്വരിൽ നിന്നാണത്രേ ഈ നർമ്മദാ നദിയുടെ ഉൽപ്പത്തി. അവളങ്ങനെ ഓരോ നേരം പോക്കുകൾ ഇങ്ങനെ പറയുന്നത് ആയത് കാരണം പരമേശ്വരനാണ് അദ്ദേഹത്തിന് നർമ്മദ എന്ന ഈ നദിക്ക് പേര് കൊടുത്തതെന്നാണ് പറയുന്നത്. അതുമാതിരി നേരത്തെ പറഞ്ഞില്ലേ, സത്യവതി
കൗശികി എന്നുള്ള നദിയായി തീർന്നു എന്ന്. ഈ കൗശികിയിലെ ജലം ഉപസ്പർശനം ചെയ്തിട്ടാണ് ആ ശൃംഗി എന്നുള്ള മുനിബാലൻ ഈ പരീക്ഷത്തിനെ ശപിച്ചത്. പ്രഥമസ്കന്ധത്തിൽ 18-ാം അധ്യായത്തിൽ കാണാതെ. രേണുക സൂര്യവംശത്തിലാണ് ജനിച്ചത്. അതിനുശേഷം ഈ ഇത്രയധികം രാവണനെയും കൂടി യുദ്ധത്തിലൊക്കെ തോൽപ്പിച്ചിട്ട് ഈ കാർത്തവീര്യാർജുനൻ സ ഏകദാതു മൃഗയാം വിചരൻ വിജനേവനെ യദൃച്ഛയാശ്രമപദം ജമദഗ്നേരുവാവിശൽ. ഈ ഇദ്ദേഹം ഒരിക്കൽ വിജനമായ വനപ്രദേശത്ത് അങ്ങനെ മൃഗയാൻ നായാട്ട് നടത്തി വരുന്ന സമയത്ത് ജമദഗ്നേ ആശ്രമപദം യദൃച്ഛയാ ഉവാവിശൽ, ജമദഗ്നി മഹർഷിയുടെ ആശ്രമ സ്ഥലത്ത് യാദൃച്ഛികമായിട്ട് അങ്ങോട്ട് കയറി ചെന്നു. തസ്മൈ സനരദേവായ മുനിരർഹണമാഹരൽ സ സൈന്യാമത്യവാഹായ അവിഷ്മത്യാ തപോധന. തപോധനനും മുനിയുമായ ഈ ജമദഗ്ന മഹർഷി സൈന്യ ആമാത്യവാഹായ മന്ത്രിമാരോടും സൈന്യത്തോടും കൂടിയ നരദേവായ രാജശ്രേഷ്ഠനായിട്ടുള്ള തസ്മൈ അദ്ദേഹത്തിന് ഹവിഷ്മത്യ അർഹണം ആഹരൽ, കാമധേനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ കാമധേനുണ്ട്. ആ കാമധേനുവിന് എന്താ വേണ്ട വെച്ചാൽ തരാൻ പറ്റും. അങ്ങനെയുള്ള കാമധേനുവിൻ്റെ സഹായം കൊണ്ട് നല്ല ഗംഭീരമായിട്ട് ഇദ്ദേഹത്തിനെയും എല്ലാവരെയും അങ്ങോട്ട് സൽക്കരിച്ചു. സ വീരസ്തത്ര തദ്ദൃഷ്ട്വാ ആൽപൈശ്വര്യാതിശായനം തന്നാദ്രിയത അഗ്നിഹോത്രം സാവിലാഹ സഹൈഹയാ. തത്ര ആത്മൈശ്വര്യാതിശായനം, അവിടെ ഈ ജമദഗ്നി മഹർഷിയുടെ തപശക്തി കൊണ്ട് ആ കാമധേനു ഉണ്ടാക്കിയിട്ടുള്ള ഈ സമ്പൽ സമൃദ്ധിയും ഭക്ഷണവും ആഹാരങ്ങളിലേക്ക് സമൃദ്ധി കണ്ടിട്ട് തദ്ദൃഷ്ട്വ സഹൈഹയാ, അതായത് തൻ്റെ ഐശ്വര്യത്തിനെയും കൂടി കവച്ചു വയ്ക്കുന്ന അത് കണ്ടിട്ട് ആത്മൈശ്വര്യ അവൾ അതിശയമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഈ കാർത്തവീര്യാർജുനൻ അഗ്നിഹോത്രിയാം സാഭിലാഷ തൽ ന ആദ്രിയത, അതായത് ഈ അഗ്നിഹോത്ര കാമധേനുവിലെ ആഗ്രഹത്തോടു കൂടിയനായിട്ട് അതിനെ ന ആദ്രിയത, അതായത് തന്നെ ഈ കാമധേനു തൻ്റെ കൂടെ വരണം എന്ന അദ്ദേഹത്തിന് ഇതില്ലേ ആഗ്രഹം തോന്നി. അപ്പം എന്തുണ്ടായി? ആ സ്വീകരണം, അതായത് ആ സ്വീകരണത്തിനെ കൊണ്ട് സന്തോഷിക്കുകയല്ല ചെയ്ത്. അത് ശരി, ഈ മഹർഷിക്ക് ഇങ്ങനെ കാമധേനുവിനെ കൊണ്ട് സ്വീകരണം ഉണ്ടാക്കാച്ചാൽ എനിക്ക് എന്തുകൊണ്ട് കൊണ്ടേക്കോളാം അത് പറഞ്ഞു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് ചെയ്ത്. അദ്ദേഹം ആ സ്വീകരണത്തിലൊട്ടും സന്തോഷിക്കുകയല്ല ഉണ്ടായത് എന്ന് പറയുകയാണ്. എന്നിട്ടോ സവീര തത്ര തൽ ദൃഷ്ട്വാ ആത്മശ്വര്യ ഹവിർധാനീം ഋഷേർദർപ്പാൽ നരൻ ഹർത്തുമചോദയൽ തേജമാഹിഷ്മതിം നിന്നു സവൽ സംക്രന്ദതിംബലൽ. എന്തിനു പറയണു? ദർപ്പാൽ ഋഷേ ഹവിർധാനിം ഹർത്തും, അതായത് എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ അഹങ്കാരം കാരണം, തൻ്റെ വലിയ ഐശ്വര്യങ്ങളെന്നുള്ള ഭാവം കാരണം ഋഷിയിൽ നിന്ന് ഹവിർധാനിയും കാമധേനുവിനെ ഹർത്തും അപഹരിക്കാൻ നരാൻ തൻ്റെ ആൾക്കാരെ ചട്ടം കെട്ടി നിയോഗിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ടോ അവര് സവത്സാം ക്രന്ദതീം തേ ബലാൽ മാഹിഷ്മതിയും നിന്നുച, ആ കാമധേനുവിനെയും അതിൻ്റെ കുട്ടിയും രണ്ടുകൂടി ഇങ്ങനെ കരഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കേൾക്കാണ്ട് ബലം പ്രയോഗിച്ചിട്ട് മാഹിഷ്മതി എന്നുള്ള തൻ്റെ രാജധാനിയിലേക്ക് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അത രാജനി നിർയാതേ രാമ ആശ്രമമാഗത ശ്രുത്വാതൽ തസ്യ ദൗരാത്മ്യം ചുക്രോദാഹിരിവാഹത. അതിനുശേഷം രാജനി നിര്യാത, അതിനുശേഷം രാജാവ് യാത്രയായപ്പോൾ ആശ്രമം ആഗത, പെട്ടെന്ന് പരശുരാമൻ ആ സമയത്ത് അവിടെ ഭാർഗവരാമൻ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ വന്ന സമയത്ത് രാമ തസ്യ തൽ ദൗരാത്മ്യം, ഈ രാജാവിൻ്റെ ഈ ദുഷിച്ച പ്രവൃത്തി പറ്റി കേട്ടറിഞ്ഞിട്ട് ആഹത അഹീവ, ചവിട്ടേറ്റ പാമ്പിനെ പോലെ ചുക്രോധ, ക്രുദ്ധനായി. ഘോരമാദായ പരശും സതൂണം ചർമ്മകാർമുഖം അന്വതാവത ദുർദർശോ മൃഗേന്ദ്രൈവയൂഥപം. ദുർദർശ, ആർക്കും സമീപിക്കാൻ അരുതാത്ത അത്ര ശക്തിയുള്ള ആ പരശുരാമൻ ഘോരം പരശും, അതായത് വളരെ ഭയങ്കരമായുള്ള തൻ്റെ വെൺമഴുവും സതൂണ അവനാഴിയോടൊപ്പം കാർമുഖം വില്ലും ചർമ്മ പരിചയും ആദായ എടുത്ത് മൃഗേന്ദ്ര യൂഥപം ഇവ, ഒരു സിംഹം ആനക്കൂട്ടത്തിൻ്റെ പിന്നാലെ എന്നോണം
കാർത്തവീര്യൻ്റെ പിന്നാലെ ഇങ്ങോട്ട് അന്നതാവത പുറകെ ഇങ്ങോട്ട് ഓടിപ്പോയി. ആനക്കൂട്ടത്തിൻ്റെ യൂഥവൻ്റെ ആനക്കൂട്ടത്തിൻ്റെ തലവൻ എന്നാണ്. അതായത് കാർത്തവീര്യാർജുൻ്റെ പിന്നാലെ ഇങ്ങനെ ഇത് അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് പരശുരാമൻ ഓടിപ്പോയത്. തമാപതന്തം ഭൃഗുപര്യമോജസാതനുർദ്ധരം ബാണപരശ്വതായുധം ഹൈനേയചർമ്മംബരമർക്കധാമഭിർയുധം ജടാഭിർ ദൃശേ പുരിം വിശൻ. കാർത്തവീര്യ സ്വപുരിം വിശൻ. കാർത്തവീര്യാർജുനൻ തിരിച്ചു പോയിട്ട് തൻ്റെ നഗരത്തിലേക്ക് മടങ്ങിയെത്തുമ്പോഴേക്കും പിന്നാലെ ഐണേയ ചർമാമ്പരം നല്ല മാൻതോലെടുത്തിട്ട് അർക്കധാമവി ആദിത്യരശ്മിക്ക് സമം തിളങ്ങുന്നവനായിട്ടുള്ള ആ ജടകളോട് കൂടിയിട്ടുള്ള ഓജസ വീരോടെ തന്നെ പിന്തുടർന്ന് ഓടി വരുന്നവനും വില്ലേന്തി ധനുർധരം ബാണപരശ്വതായുധം വില്ലേന്തിയ കയ്യോടും അമ്പും വെൺമൊഴിയൊക്കെ ആയുധമാക്കിയവനുമായ ഭൃഗുവംശശ്രേഷ്ഠനെ ദൃശേ പിന്നാലെ പരശുരാമനെയും കണ്ടു. അചോദയൽ ഹസ്തിരഥശ്വപത്തിഭിർ ഗദാസി ബാണഷ്ടിശതഗ്നിശക്തിഭി അക്ഷൗഹിണി സപ്തദശാദിഭീഷണ രാമയേകോ ഭഗവാനസൂദയൽ. അപ്പോഴേക്കും കാർത്തവീര്യാർജുനൻ തിരിഞ്ഞ് തൻ്റെ വളരെ ശക്തിയുള്ള സൈന്യം ഉണ്ടല്ലോ അവരുടെ കയ്യിലൊക്കെ എങ്ങനെയാണ് ഗദ, അസി, ബാണ, ഹൃഷ്ടി, ശതഗ്നി, ശക്തിവി ഇങ്ങനെയുള്ള പല ആയുധങ്ങളൊക്കെ ഉള്ള അത്യന്തം ഭീകരങ്ങളായിട്ടുള്ള ആയുധങ്ങളോട് കൂടിയതും പിന്നെ ആന, രഥം, കുതിര, കാലാൾ എന്നിവ അടങ്ങിയതുമായിട്ടുള്ള 17 അക്ഷൗഹിണി വ്യൂഹത്തെ പരശുരാമന്റെ നേരെ അങ്ങോട്ട് അചോദയൽ അങ്ങോട്ട് നിയോഗിച്ചു. ഭഗവാൻ രാമനോ അവയെയെല്ലാം ഏക അസൂതയൽ ഒറ്റയ്ക്ക് ഏകനായിട്ട് അവരെയൊക്കെ ഒടുക്കി വധിച്ചു എന്ന് പറയാണ്. യഥോസൗ പ്രഹരൽ പരശ്വതോ മനോനിലൗജാ പരചക്രസൂദന തതസ്തത ഛിന്നഭുജോരുഗന്ധര േതുരുവ്യം ഹതസൂതവാഹന. മനോനിലൗജ മനോവേഗത്തോടും വായുവേഗത്തോടും കൂടി പ്രഹരൽ പരശ്വത തൻ്റെ ആ വെൺമഴൂർത്തെ തന്നെ വീശി പ്രഹരിച്ചുകൊണ്ട് പരചക്രസൂദന ശത്രുക്കളുടെ സൈന്യവ്യൂഹത്തെ തകർക്കുന്ന അസൗ അദ്ദേഹം പരശുരാമൻ എവിടെ ചെല്ലുന്നുണ്ടോ തഥ അവിടെയൊക്കെ ഛിന്നഭുജോരുഗന്ധര കൈകളെ, കാലുകളെ, തൊടകളെ, കഴുത്തുകളെ അങ്ങനെ വേറിട്ടവരായിട്ട് ഹതസൂതവാഹന നിഗ്രഹിക്കപ്പെട്ട സാരഥികള്, ആന, കുതിര, വാഹനങ്ങൾ ഇവയോട് കൂടിയിട്ടുള്ള ശത്രു സൈന്യത്തിലുള്ളവർ ഉർവ്യാം ഭൂമിയിൽ അങ്ങനെ നിലത്ത് അങ്ങനെ വീണ് കിടക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ദൃഷ്ട്വാസൈന്യം രുതിരൗകർദ്ദമേരണാതിരേ രാമകുഠാരസായകൈ വിവൃക്ഷചർമ്മധ്വജചാപ വിഗ്രഹം നിവാദിതം ഹൈഹയാവതൽ രുഷാ. ഇപ്രകാരം ഈ രാമകുഠാരസായകൈ പരശുരാമന്റെ ആ വെൺമഴു ശരങ്ങള് ഈ ഇത്തരം ആയുധങ്ങളാൽ നിവാദിതം പതിക്കപ്പെട്ട് വിവൃക്ണ ചർമ്മധ്വജ ചാപവി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ള പരിച പൊട്ടിയിട്ടുള്ള പരിച, കൊടിമരം, വില്ല് ഇതെല്ലാം നശിച്ചുകൊണ്ടുള്ള അത് മാത്രമല്ല രുതിരൗക കർദ്ദ രക്തപ്രവാഹം കൊണ്ട് ചളി പിടിച്ചതുമായിട്ടുള്ള നാശോന്മുഖമായിട്ടുള്ള യുദ്ധക്കളത്തിൽ സ്വന്തം സൈന്യം ഈ രീതിയിൽ കണ്ടിട്ട് ഹൈഹയ കാർത്തവീര്യാർജുനൻ രുഷ ആപതൽ ഒറ്റയ്ക്ക് കോപാവേശത്തോടു കൂടി ആ യുദ്ധക്കളത്തിലേക്ക് അങ്ങോട്ട് ചാടി വീണു. അഥ അർജുന പഞ്ചശതേഷു ബാഹുഭിർ ധനുഷ്രുബാണന്യുഗവത്സസന്തതേ രാമായ രാമോസ്ത്രഭൃതം സമഗ്രണീർ താനേകതന്വേഷു വിരാച്ചിനൽ സമം. അതിനുശേഷം ആ കാർത്തവീര്യാർജുനൻ യുഗപൽ ഒന്നിച്ച് തൻ്റെ പഞ്ചശതേഷു ധനുഷു 1000 കൈകളിൽ 500 കൈകളുടെ വില്ലുകളെടുത്തുകൊണ്ട് മറ്റേ കൈകളെ കൊണ്ട് ബാണാൻ അത്ര തന്നെ ശരങ്ങളെ ബാഹുബി 1000 കൈകളാൽ രാമായ സന്തതി പരശുരാമനെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. അപ്പോൾ അസ്ത്രമെടുക്കുന്നവർക്കിടയിൽ അഗ്രഗണ്യനായിട്ടുള്ള ഈ പരശുരാമനോ തന്നെ തൻ്റെ ഒറ്റ വില്ല് മാത്രമുള്ളവനായിട്ട് ഈ ഷുഭി ശരങ്ങളാൽ താനി അവയെ സമം ഒരേ സമയത്ത് അച്ചിനൽ ഈ 500 കൈകളിൽ നിന്നും വരുന്ന ആ ശരങ്ങളെയെല്ലാം തൻ്റെ ഒറ്റ കയ്യിലുള്ള വില്ലും അമ്പുകളെയും കൊണ്ട് അവയെല്ലാം അദ്ദേഹം ഛേദിച്ചു എന്നിട്ടോ. പുനഃസ്വഹസ്തൈരജലൻ മൃദംഗ്രിവൻ ഉൽക്ഷിപ്യവേഗൽ അഭിതാവതോ യുധി ഭുജൻ കുഠാരേണ കഠോരനേമിന ചിച്ഛേദ രാമ പ്രസഭം ത്വഹേരിവാ. പിന്നെയോ അചലാൻ
അംഘ്രിവാൻ സ്വഹസ്തൈ ഉൽക്ഷിപ്യ. അതിനുശേഷം എന്തുണ്ടായി? കുന്നുകളെയും അതുമതി അംഘ്രിവാൻ എന്ന് പറഞ്ഞാൽ മരങ്ങളെയും സ്വന്തം കൈകളാൽ പിഴുതെടുത്ത് വേഗാൽ പുനമൃത വീണ്ടും യുദ്ധത്തിനായി അഭിതാവത കുതിച്ചു വരുന്ന കാർത്തവീര്യാർജുനന്റെ ഭുജാൻ ഈ കൈകളെ മുഴുവൻ പരശുരാമൻ എന്ത് ചെയ്തു? കഠോരനേമിനാ കൂട്ടാരെയാണ് നല്ല മൂർച്ചയോട് കൂടിയ വായ്ത്തലയുള്ള തൻ്റെ ആ പരശുവിനെ കൊണ്ട് പ്രസഭം ബലമായിട്ട് ഈ പാമ്പിന്റെ പത്തികളെ എന്ന പോലെ യുദ്ധസ്ഥലത്ത് വെച്ച് ശിക്ഷ ചെയ്ത കാർത്തവീര്യാർജുനന്റെ 1000 കൈകളെ അദ്ദേഹം പരശുകൊണ്ടാണ് മുറിച്ചു കളഞ്ഞു എന്ന് പറയുകയാണ്. കൃത്തബാഹോ ശിരസ്തസ്യ ഗിരേ ശൃംഗമിവാഹരൽ ഹവേ വിതരിതപുത്ര അയുധം ദുദ്രുർഭയൽ. അതിനുശേഷം എന്ത് ചെയ്തു? കൃത്തബാഹോ പരശുരാമൻ എന്ത് ചെയ്തു? ഛേദിക്കപ്പെട്ട ആദ്യം കൈകളെല്ലാം മുറിച്ചു. അതിനുശേഷം തസ്യ ശിര കാർത്തവീര്യാർജുനന്റെ ശിരസിനെ ഗിരേ ശൃംഗം ഇവ ഒരു പർവ്വത ശിഖരത്തെ എന്ന പോലെ അഹരൽ വെട്ടി വേർപെടുത്തി എന്ന് പറയുകയാണ്. വെട്ടി വേർപെടുത്തി. അപ്പോഴോ പിതാവ് വധിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പുത്രന്മാര് ആയുധം 10,000 പേരുണ്ടെന്ന് പറയാം. അവരെല്ലാവരും ഭയാൽ ഭയം കൊണ്ട് പേടിച്ചു ഓടിപ്പോയി. അഗ്നിഹോത്രീം ഉപാവർത്യ സവത്സം പരവീര സൗവേത്യാശ്രമം പിത്രേ പരിക്ലിഷ്ടം സമർപ്പയൽ. എന്നിട്ടോ ശത്രുവീരന്മാരുടെ ഇതിനേക്കാം വീര്യത്തിനെ മുഴുവൻ നിഗ്രഹിക്കുന്നവനായുള്ള അദ്ദേഹം സവത്സാം അഗ്നിഹോത്രിയും പശുക്കുട്ടിയോട് കൂടിയിട്ടുള്ള കാമധേനുവിനെ ഉപാവർത്തിയ തിരിച്ചു തെളിച്ചു കൊണ്ടുവന്ന് ആശ്രമത്തിലേക്ക് വന്നെത്തിയിട്ട് പരിക്ലിഷ്ടാം പരവശയായിട്ടുള്ള അവളെ പിത്രേ സമർപ്പയൽ തൻ്റെ അച്ഛന് തിരിച്ച് സമർപ്പിച്ചു. സ്വകർമ്മ തൽകൃതം രാമ പിത്രേ ഭ്രാതൃഭ്യേവജ വർണ്ണയാമാസ തച്ഛ്രുത്വാ ജമദഗ്നിരഭാഷത. എന്നിട്ടോ പരശുരാമൻ എന്ത് ചെയ്തു? രാമ തത്കൃതം അപ്രകാരം ചെയ്ത തൻ്റെ പ്രവൃത്തിയെ പിത്രേ ഭ്രാതൃഭ്യ ഏവത അച്ഛനോടും മറ്റു സഹോദരന്മാരോടും വളരെ വിശദമായിട്ട് അങ്ങനെ വർണ്ണിച്ചു കൊടുത്തു തൻ്റെ യുദ്ധസാമർത്ഥ്യത്തിനെ പറ്റി. അപ്പോഴോ ജമദഗ്നി തൽ ശ്രുത്വ അത് കേട്ടിട്ട് ജമദഗ്നി മഹർഷി മഹാസാത്വികനാണ്, സാധു പ്രകൃതിയുള്ള ആളാണ് അദ്ദേഹം എന്താ പറഞ്ഞത്? രാമ രാമ മഹാബാഹോ ഭവാൻ പാപമകാരഷീൽ അവധിയിൽ നരദേവം യൽ സർവദേവമയം വൃഥാ. ഹേ രാമ, കാര്യമൊക്കെ ശരി. എന്താണ്? മഹാബാഹുവായിട്ടുള്ളവനാണ് നീ. ഭവാൻ പാപം മകാലോ, നീ പാപമാണ് ചെയ്തത് രാമ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? സർവദേവമയം മൂർത്തിമൽ ഭാവല്ലേ, എല്ലാ ദേവതകളുടെയും മൂർത്തിമൽ ഭാവമായിട്ടുള്ള ആ നരദേവം മനുഷ്യരിൽ ഈശ്വരനായിട്ടുള്ള രാജാവിനെ വൃഥാ അവധിയിൽ അതിനെ കൊല്ലൊന്നും വേണ്ടിയിരുന്നില്ല, കാര്യമില്ലാണ്ട് അല്ലേ കൊന്നത്. ആ കാമധേനുവിനെ പിടിച്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ല, അദ്ദേഹത്തിന് യുദ്ധത്തിൽ തോൽപ്പിച്ചെന്ന് പറയുകയാണ്. വയം ഹി ബ്രാഹ്മണാസ്താത ക്ഷമയാർഹണതം ഗതാ യയാ ലോകഗുരുദേവ പാരമേഷ്യമകൽപദം. ഹേ താവ മുനി, വയം നമ്മളെല്ലാം ബ്രാഹ്മണന്മാരാണ്. ക്ഷമാശീലം കൊണ്ട് അർഹണതാം സമ്പൂജ്യതയെ പ്രാപിച്ചവരാണ്. യയാഹി യാതൊന്നു ഹേതുവായിട്ട് ലോകഗുരുവായിട്ടുള്ള സാക്ഷാൽ ബ്രഹ്മദേവൻ പാരമേഷ്ട്യം ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയെ അകാൽ പ്രാപിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഈ ക്ഷമാശീലം കൊണ്ടും സൗശീല്യം കൊണ്ടുമാണ് ബ്രഹ്മാവിന് ആ പദം കിട്ടിയതെന്ന് പറയുകയാണ്. ക്ഷമയാരോചതേ ലക്ഷ്മി ബ്രാഹ്മീന സൗരീയഥാപ്രഭാ ക്ഷമിണാമാശു ഭഗവം തുഷ്യതേ ഹരിരീശ്വര. ഈ ക്ഷമാശീലം വളരെ ദയമായിട്ടതാണ്. അതുകൊണ്ട് ക്ഷമയാ ബ്രാഹ്മി ലക്ഷ്മി ബ്രാഹ്മണ തേജസ് സൗരീപ്രഭായത സൂര്യപ്രകാശം എന്ന പോലെ രോചതേ ജ്വലിക്കുന്നു പറയാണ്. ക്ഷമ കൊണ്ട് ബ്രാഹ്മണന് കേമത്താൻ ഉണ്ടാവുക. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? ഭഗവാൻ ഈശ്വര ഹരി, ഭഗവാനും ഈശ്വരനുമായിട്ട് സാക്ഷാൽ ശ്രീഹരി ക്ഷമിണാം ആശുദുഷ്ടതി, ഇത്തരം ക്ഷമാശീലമുള്ളവരുടെ പേരിൽ പെട്ടെന്ന് സന്തുഷ്ടനാകുന്നു. രാജ്ഞോ മൂർധാഭിഷിക്തസ്യ വധോ ബ്രഹ്മവദാൽ ഗുരു തീർത്ഥ സംസേവയാ ചാംഹോ യഹ്യംഗ അച്യുതചേതന. അതുകൊണ്ട് ഹേ അംഗ,
ഉണ്ണി ഈ ഒരു കാര്യം ചെയ്യണം. എന്താണ്? മൂർധ അഭിഷിക്തസ്യ, മൂർധാവില് അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ടുള്ള ഒരു രാജാവ്, ആ രാജ്ഞാവധ, രാജാവിന്റെ വധം ബ്രഹ്മവധം, ബ്രാഹ്മണവധത്തേക്കാൾ ഗുരുതരമാണ്, ഗുരു എന്നാണ് പറയണത് എന്ന് പറയാണ് അച്യുതചേതന. അതിനാൽ നീ മഹാവിഷ്ണുവിൽ സമർപ്പിക്കപ്പെട്ടുള്ള മനസ്സോടുകൂടി, അതായത് ഭഗവാനെ തന്നെ ധ്യാനിച്ചും ഭജിച്ചുകൊണ്ട് തീർത്ഥ സംസേവയാ തീർത്ഥസ്നാനാദികളിലും മറ്റും അങ്ങനെ യാത്ര ചെയ്തിട്ട്, തീർത്ഥയാത്ര നടത്തിയിട്ട് അംഹ ജഹി, നീ ചെയ്തിട്ടുള്ള ഈ പാപമുണ്ടല്ലോ, ഈ ബ്രഹ്മഹത്യാപാപം, അതിനെ അകറ്റിയാലും എന്ന് പറയാണ് എന്നാണ് അച്ഛൻ്റെ നിർദ്ദേശം ഉണ്ടായത് ഇദ്ദേഹത്തിന്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം നവമസ്കന്ധേ പഞ്ചദശോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.